മൊത്തം ഷോക്ക് കൊടുത്തേക്ക്, തലക്കൊക്കെ ഷോക്ക് കൊടുത്തേക്കുന്നു. അതായത് കൊച്ചിയുടെ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തലയിൽ കറണ്ട് കൊടുത്തിട്ട് വൈബ് ആപ്പിക്കൊക്കെയുണ്ട്, ഒരു രക്ഷയില്ല. ആ ഭാഗത്ത് കംപ്ലീറ്റ് ഗാനങ്ങളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓൺ ആയിട്ടുണ്ട്. അതുകൂടാതെ ഡാൻസും അവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ വെളി ഗ്രൗണ്ട് ഡാൻസിങ് ഗ്രൗണ്ടായി മാറിയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയ ആളുകൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് കൊച്ചിയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും ഡാൻസ്. ഈ ഗ്രൗണ്ടിൽ ഒന്നും തുള്ളാതെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ കൊച്ചി ന്യൂ ഇയറിന് വേണ്ടി ഉണർന്നിരിക്കുകയാണ്. എല്ലാവരും ഡാൻസ്, എവിടെ നോക്കിയാൽ ഡാൻസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസമാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ ന്യൂ ഇയറിന് തൊട്ട് മുമ്പ് ഫോർട്ട് കൊച്ചി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ശബ്ദം തന്നെയാണ് ഇവിടെ വരുമ്പോൾ തന്നെ. ഇപ്പോൾ ഞാൻ ഏകദേശം വന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം ബ്ലോക്കിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും ഫോർട്ട് കൊച്ചി ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലായിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ ഒരുപാട് ജെയിൻവീലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ്, ഒരു രക്ഷയില്ല. ഒരു കണക്കിനാണ് ഈ ഭാഗത്തേക്ക് മാറി വന്നത് പറയാം. അപ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ കൊച്ചു ഒരുങ്ങി കഴിഞ്ഞതെന്ന് പറയട്ടെ. ഈ വർഷത്തെ ന്യൂ ഇയർ എന്തായാലും അടിച്ചു പൊളിക്കുന്ന എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിലൂടെ വന്നിട്ടുണ്ട്, അതാണ് രസം. കാരണം ഇതിപ്പോൾ 25-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ്. ഒരു പപ്പാനയെ കത്തിക്കുന്ന സ്ഥലം, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. റോഡ് കണ്ടത് നമുക്ക് റോഡെല്ലാം മൊത്തം ബ്ലോക്കാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാൻഡേ കത്തിക്കുന്ന സ്ഥലത്തേക്കാണ്. അത് അവിടെയാണ്, അതിൻ്റെ ഉള്ളിലാണ്. നിലവിൽ ആ ഭാഗത്ത് ലൈറ്റ് ഇല്ല. ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ പോകാതെ എല്ലാവരും കൊച്ചിയിലോട്ട് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് പറയാം, അത്ര തിരക്കാണ്. ഇതാണ് വെളി ഗ്രൗണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തോ. നമ്മുടെ സാന്റാക്ലോസ് എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വരുന്ന 31-ാം തീയതി കത്തിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആ ഭാഗത്തായിട്ടാണ് ക്രിസ്മസ് ട്രീ ഒക്കെ വരുന്നത്, അവിടെയായിട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകട്ടെ, ആ ഭാഗത്തേക്ക് പോകാം. ഒരുപാട് ഷോപ്പുകൾ നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സെൽഫി പോയിന്റ് പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടു ഈ ലൈറ്റിലേക്ക് ഇന്ന് സെൽഫി ഒക്കെ എടുക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെൽഫി പോയിന്റ് ആണ് കേട്ടോ. കൊള്ളാം അല്ലേ? പിന്നെ നിലവിൽ ഒരുപാട് സ്റ്റാളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ചെറിയ സ്നാക്സ് എല്ലാം കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അതൊക്കെ തന്നെയാണ് കൂടുതലുള്ളത് കേട്ടോ. ഉണ്ടോ? ഇവിടെയും ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ലൈറ്റുകളെല്ലാം വെക്കുന്നത്. പിന്നെ അതുപോലെ ഇതൊരു വെറൈറ്റി സംഭവമുണ്ട്. ഞാനിപ്പോൾ കണ്ടേക്കണം, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു സെൽഫി പോയിന്റാണെന്ന് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ ഇതുപോലെ കുറേയധികം സെൽഫി പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ പല ഭാഗത്തും കാണുന്നുണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട് എന്തായാലും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഈ ഭാഗത്ത് ഷോപ്പുകളെല്ലാം ഈ ഭാഗത്തുണ്ട്. ലൈറ്റുകളൊക്കെ ഉണ്ടോ?
കിട്ടും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് ഏകദേശം ഒരു 8 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നടക്കാൻ സ്ഥലമില്ലാതെ ആയിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകണം. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും തിരക്കാവുന്നുണ്ട്. ആളുകളെല്ലാം ഇങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ നിലവിൽ. നമ്മുടെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കൈയുടെ സപ്പോർട്ട് ചെയ്യണേ. കൊച്ചി പൊളിയിൽ തന്നെയാണെന്ന് പറയണ്ട. ശരിക്കും കൊച്ചി നൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തലയിരിക്കുന്ന സാധനമാണ്. ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 150 രൂപ. നൈസ് സാധനമല്ലേ?
സൈഡിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഫ്രണ്ടിൽ ബാക്കിൽ വെച്ച